പുഷ്പ ടു ദി റൂൾ അല്ലു അർജുൻ്റെ കരിയറിലെ ആളുടെ ഏറ്റവും ഹൈപ്പായി വന്ന പടമാണ് പുഷ്പ ടു. വണ്ണിന് പോലും ഇത്ര ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഇത് ഫാൻ ഷോ പോകണമെന്നൊക്കെ ആലോചിച്ചു. കാരണം കേരളത്തിൽ 4 മണിക്ക് ഇതിൻ്റെ ഷോസ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ 3.5 മണിക്കൂറാണ് ലെങ്ത്ത്. എങ്ങാനും പടം ശരിയായില്ലെങ്കിൽ 3.5 മണിക്കൂർ കിടന്നുറങ്ങേണ്ടി വരുമെന്ന് വിചാരിച്ചു. ഞാൻ കങ്കോ കാണാൻ പോയപ്പോൾ എൻ്റെ അവസ്ഥ അതായിരുന്നു. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് ഉറക്കം കളഞ്ഞിട്ടാണ് നമ്മൾ പോകണം. അങ്ങനെ ഞാൻ പുലർച്ചെ 4 മണിയുടെ ഷോക്കൊന്നും പോയില്ല. ഞാൻ 8 മണിയുടെ ഷോക്കെ പോയി. അതും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ട്. ഞാൻ രാവിലെ എണീക്കാൻ ലേറ്റായി പോയി. അങ്ങനെ പോയി കണ്ട ഒരു പടമാണ് പുഷ്പ ടു ദി റൂൾ. പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം നല്ലൊരു ടൈലൻ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ള. ഫഹദിൻ്റെ ക്യാരക്ടറും അല്ലുവിൻ്റെ ക്യാരക്ടറൊക്കെ തമ്മിൽ. പിന്നെ സെക്കൻഡ് പാർട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പുഷ്പ 1 എൻ്റെ ചെയ്തത്. എനിക്ക് പുഷ്പ ഫസ്റ്റ് പാർട്ട് അത്യാവശ്യം ഇഷ്ടമായ ഒരു സിനിമയായിരുന്നു. അത് നല്ല രീതിയിലുള്ള ഒരു സ്മഗ്ലിംഗ് ആയിട്ടുള്ള അങ്ങനെ നല്ല കുറേ സീനുകളൊക്കെ വെച്ചുള്ളൊരു സിനിമയായിരുന്നു. കാരണം പുഷ്പ എന്ന് പറഞ്ഞാൽ ഒരാളെ ക്യാരക്ടറും പിന്നെ ആളുടെ ബാക്ക് സ്റ്റോറിയും അതൊന്നും അധികം ഡീൽ ചെയ്ത് തോന്നില്ല. നൈസായി ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്ത് തോന്നേ ഉള്ളൂ. കാരണം മെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സ്മഗ്ലിംഗ് ആണ്. സ്മഗ്ലറായിട്ടുള്ള പുഷ്പ അതാണ് ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ അതേ അല്ല. കാരണം ഓൾറെഡി വലിയ പുള്ളിയായി, വലിയ സിൻഡിക്കേറ്റ് ഒക്കെ ആയിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. അങ്ങനെ ആയിട്ടുണ്ടല്ലോ. അതിൻ്റെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഉള്ള രീതിയാണ് ഫസ്റ്റ് പാർട്ട് നിർത്തുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള കഥകളാണ് സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. പക്ഷേ ഈ സെക്കൻഡ് പാർട്ടിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിലുള്ള സ്മഗ്ലിങ്ങേ അല്ല കാണിക്കുന്നത്. കാരണം അതിലുള്ള ഒരു പുഷ്പ വേറെ, ഇതിലുള്ളൊരു പുഷ്പ വേറെ. കാരണം അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പുഷ്പയുടെ ക്യാരക്ടറും പുഷ്പയുടെ ബാക്ക് സ്റ്റോറിയും അധികം അവർ ശ്രദ്ധിച്ചു പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാരക്ടറിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് സീൻസ് മാത്രം. സെക്കൻഡ് പാർട്ട് പക്ഷേ എന്തുട്ടാ കാണിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയോ? വൈഫിനോടുള്ള സ്നേഹം, ഫ്രണ്ട്സിനോടുള്ള സ്നേഹം, സിൻഡിക്കേറ്റിലെ ആൾക്കാരോടുള്ള സ്നേഹം, പിന്നെ ജോലിക്കാരോടുള്ള സ്നേഹം, വീട്ടുകാരോടുള്ള സ്നേഹം, എല്ലാ സ്നേഹങ്ങളും കൂടിയ ഒരു നന്മ നിറഞ്ഞൊരു സ്മഗ്ലറാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുക. സോ ഇവരൊക്കെ രക്ഷിക്കണം, സ്മഗ്ലർ ആയിട്ടുള്ള സിൻഡിക്കേറ്റിലെ ആൾക്കാരെ രക്ഷിക്കണം, പിന്നെ അതുമാതിരി റിലേറ്റീവ്സിനെ രക്ഷിക്കണം, ഫ്രണ്ട്സിനെ രക്ഷിക്കണം. ഒരു രക്ഷകൻ ടൈപ്പായിട്ട് പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ മാറുന്നതാണ് പുഷ്പ 2 നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം. ഇതൊക്കെ പിന്നെ നമുക്കൊരു ടിപ്പിക്കൽ തെലുങ്ക് പടമെന്ന് വിചാരിക്കാം. പിന്നെ ലോജിക്കിൻ്റെ കാര്യമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം തെലുങ്ക് പടമൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പടങ്ങളിലൊന്നും ഞാൻ ലോജിക്കൊന്നും നോക്കാറൊന്നുമില്ല. നമ്മൾ വെറുതെ പോയിട്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാണെങ്കിൽ കണ്ടിരിക്കും. പിന്നെ ലെങ്ത്തിൻ്റെ കാര്യവും ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. എത്ര ലെങ്ത് ആണെങ്കിലും എൻഗേജ് ചെയ്ത് നിർത്താനായിട്ട് ആ സ്റ്റോറി വേണം ഡയറക്ടർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ലെങ്ത് ഒന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ പുഷ്പ 2ൻ്റെ കാര്യത്തിൽ അങ്ങേ അറ്റത്തൊരു ലെങ്ത്താണ് ഇവർ കൊടുത്തത്. കാരണം ഒരു തരത്തിൽ എൻഗേജ് ചെയ്ത് നിർത്തുന്നില്ല. കുറേ സീൻസ് 2 മണിക്കൂർ പോയിട്ടും 2.5 മണിക്കൂർ പോലെ എങ്ങനെ കണ്ടിരിക്കാന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. കാരണം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലെങ്ത് തന്നെ 1 മണിക്കൂർ, അതായത് ഫസ്റ്റ് പാർട്ടിന് ഉദ്ദേശിച്ചത് സെക്കൻഡ് പാർട്ടിൻ്റെ ആ ഇൻട്രോയിൽ വരെയുള്ള ഭാഗമില്ലേ, അത് തന്നെ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ലെങ്ത് ഉണ്ട്. അതാണ് പക്ഷേ സെക്കൻഡ്, അതായത് ഈ ഇൻട്രോയിലൊട്ട് എൻ്റെ വരെയുള്ള ഭാഗത്തിനേക്കാളും നല്ലൊരു ഭാഗം. പക്ഷേ ഫസ്റ്റ് പാർട്ട് തന്നെ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ മെയിനായിട്ട് ഈ ഫഹദിൻ്റെ, പിന്നെ ഫഹദായിട്ടുള്ള ആ പോലീസുകാരനും, പിന്നെ ഈ പുഷ്പ, ഇവരെ തമ്മിലുള്ള ഈഗോ ഇഷ്യൂസും പിന്നെ ഈ സ്മഗ്ലിങ് സംഭവമൊക്കെ തന്നെ കുറച്ചുകൂടി ഡീസൻ്റ് ആയി പോയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് സ്മഗ്ലിങ് ഇല്ല, വേറൊരു മൊത്തം ഫാമിലി ഓറിയൻറ്റഡ് ആയിപ്പോയി. ഫാമിലിന് ഒരാൾ ഇങ്ങനെ വരുന്നു, സ്പോയിലർ ആയാലും ഒന്നും പറയാനും പറ്റുന്നില്ല. ഒരുമാതിരി ഒരു കുറച്ചധികം ഫാമിലി പാസം ഒരു കയറ്റി വെച്ച്. അത് പക്ഷേ പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുഷ്പ എന്ന് പറഞ്ഞ ആ ഒരു സിനിമക്ക് ആവശ്യമില്ലാത്തൊരു സംഭവമായിരുന്നു. സുകുമാർ എന്തിനിങ്ങനെ ചെയ്തതെന്ന് പോലും എനിക്കറിയാം. കാരണം സുകുമാർ അങ്ങനത്തെ പരിപാടിയൊന്നും അധികം ചെയ്യാത്തൊരു ഡയറക്ടറായിരുന്നു. പക്ഷേ നശിപ്പിച്ച് സെക്കൻഡ് ഹാഫ്, അതായത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞുള്ള സെക്കൻഡ് ഹാഫ് വളരെ ശോകം എന്ന് പറഞ്ഞാൽ വളരെ ശോകമായിരുന്നു. ഓരോ സീൻ ബൈ സീൻ. ഇതിൽ ഒരു സീനുണ്ട്, അതായത് ഇതിൽ മറ്റേ പുഷ്പയുടെ ഇതിൽ സാരി വെച്ചിട്ടുള്ള നിങ്ങളൊരു വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ, ആ സീൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 20 മിനിറ്റോളം ലെങ്ത്തുള്ള ഒരു സീനാണ് ആ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സീനിൽ നിന്ന് 2 പാർട്ട്, പിന്നെ തമാശ, സങ്കടം, വിഷമം, പിന്നെ സന്തോഷം എല്ലാം കൂടിയിട്ട് അടങ്ങിയൊരു സീൻ. അത് ഒന്നില്ലെങ്കിൽ ആ സീനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് സ്റ്റോറിയിൽ, ഓക്കെ. പക്ഷേ ആ സ്റ്റോറിയിൽ ആ സീനിൻ്റെ കുറച്ചൊന്ന് കുറക്കായിരുന്നു. ആ ഒരു സീൻ തന്നെ 10-20 മിനിറ്റ് ലെങ്ത്തുള്ള സീൻ. പിന്നെ ഇത് കഴിഞ്ഞ് ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇറങ്ങി പോരായിരുന്നു എന്ന് തോന്നും. അത് പ്രത്യേകിച്ച് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ടാണ് ഈ സിനിമ കാണാൻ പോയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് കിട്ടിയ ട്രീറ്റായിരുന്നു പുഷ്പ 2 സുകുമാറിൻ്റെ വക. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഭയങ്കര അപരാധ പടമായിരുന്നു. ശരിക്കും തിയേറ്ററിൽ പോയി കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി ഞാൻ. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് നൈസായിരുന്നു കേട്ടോ ഈ പടത്തിൻ്റെ. പ്രത്യേകിച്ച് മിക്സിംഗ് ഒക്കെ നല്ല മിക്സിംഗ് ആയിരുന്നു. കങ്കുവേല പോലെ മിക്സ് ചെയ്ത് തുറച്ചിട്ടൊന്നുമില്ല, ഡീസൻറ്റ് സൗണ്ട് മിക്സിംഗ് ആണ്. അത്യാവശ്യം നല്ല തിയേറ്റർ എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. പിന്നെ
ഫസ്റ്റ് പാർട്ടിൽ ഈ ചന്ദനത്തടികളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സ്പോഞ്ച് പൊങ്ങണ പോലെയാണ് തോന്നുക. അത്രയും മോശം VFX ആയിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. പക്ഷേ സെക്കൻഡ് പാർട്ട് VFXും CG ഒക്കെ ഡീസൻ്റ് ആയി പോയിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ കുറേ എലിഫൻറ്റ് സീനൊക്കെ വരുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഒറിജിനൽ ആണെന്ന് തോന്നും. അത്രയും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കിയാൽ പോലും അത് VFX ആണെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഇപ്പോൾ ഈ CG ആണെങ്കിൽ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ടാവില്ല. കാരണം സെൻസറിൻ്റെ റൂളുള്ള കാരണം CG ആയിട്ടുള്ള സീൻസിനൊക്കെ ഒരു ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതിയിട്ടുണ്ടാവും. അപ്പോഴാണ് മനസ്സിലാവുള്ളൂ CG ആണല്ലോ ഇതൊക്കെ. അങ്ങനെ ടെക്നിക്കലി ഭയങ്കര പടമാണ്. കാരണം ഇതിൻ്റെ ക്യാമറ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഹോളിവുഡ് ആയിട്ടുള്ള ഒരു ക്യാമറമാനൊക്കെയാണ്. പിന്നെ എഡിറ്റിംഗ് ആണെങ്കിലും കൊള്ളാം. ഇതിൽ എനിക്ക് അങ്ങനെ മോശമായി തോന്നിയത് മ്യൂസിക്കാണ്. DSPയുടെ മ്യൂസിക് ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മിക്കവാറും ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെക്ഷനിൽ നിന്ന് പുള്ളിനെ മാറ്റി. ക്രെഡിറ്റ്സ് കൊടുത്തപ്പോൾ മ്യൂസിക് ആൻഡ് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് DSP എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സാം എന്നോട് തോന്നുന്നുണ്ട് മിക്കതും ചെയ്തിട്ടുള്ള BGM. കാരണം സാം CS ആണ് അഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത്. അതായത് നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പാട്ടുകൾ വളരെ മോശമായിരുന്നു. അങ്ങനെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ പാട്ട് മാത്രം കൊള്ളാം. അത് ഒരു DSPയുടെ പക്കാ ഒരു DSP സ്റ്റൈലുണ്ട്. അതിലുള്ള ഒരു മ്യൂസിക്കായിരുന്നു ഫീലിങ്സ്. ആ പാട്ട് മാത്രമല്ല അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് രശ്മിക മന്ദാനനെ എനിക്ക് അങ്ങനെ കൊള്ളാവുന്ന രീതിയിൽ ഈ സിനിമയിൽ തോന്നിയ ഈ ഒരു പാട്ടിൽ മാത്രമാണ്. ശ്രീവല്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എത്രത്തോളം വെറുക്കാവോ അത്രത്തോളം ഞാൻ ഫസ്റ്റ് പാർട്ടിൽ വെറുത്ത. അത്രയും മോശമായിട്ടാണ് രശ്മിക അത് ആക്ട് ചെയ്തത്. ഒന്നാമത് പുള്ളിക്കാരിക്ക് ഒട്ടും മാച്ച് ചെയ്യാത്തൊരു ക്യാരക്ടറായിരുന്നു അത്. അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ തന്നെ ആ ക്യാരക്ടർ എത്രത്തോളം വെറുത്തോ അതിൻ്റെ ഡബിൾ സ്ട്രോങ് ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ട് വെറുക്കാൻ പറ്റുന്ന രീതിയിലാണ് പുള്ളിക്കാരി ഇതിൽ ഓരോ സീനുകളും ഓരോന്നും ചെയ്ത് വെച്ചിരിക്കുന്നത്. രശ്മികയുടെ ഓരോ കാണൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പക്ഷേ ഫീലിങ്സ് എന്ന് പറഞ്ഞ പാട്ട് മാത്രം കൊള്ളായിരുന്നു. പിന്നെ ഇക്കിസിക്ക് എന്ന് പറഞ്ഞ ഈ വേർഡിന് ഇങ്ങനൊരു മീനിങ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് പുഷ്പ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം വെറുതെ അല്ല കിസിക്ക് 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 എന്ന് പറയുന്നത് വെറുതെ അല്ല. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം നിങ്ങൾ സിനിമ ഉണ്ടോ അപ്പോൾ മനസ്സിലായിക്കോളും. അതായത് അത് ഒരു കോമഡി സംഭവമാണ് ഈ കിസിക്ക് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ്. അങ്ങനെയാണ് കിസിക്ക് വരുന്നത്. കിസിക്ക് സോങ് അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷേ കിസിക്കും അണ്ടവയും നോക്കുകയാണെങ്കിൽ പാട്ട് ഒരു റിതല്ലെങ്കിലും എനിക്ക് ഇതിൻ്റെ വീഡിയോ സോങ് കണ്ടപ്പോൾ കുറച്ചുകൂടിയും സാമിനേക്കാളും ഡീസൻ്റായിട്ട് ശ്രീലീല ചെയ്ത പോലെയാണ് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടുള്ള ലിറിക് വീഡിയോ കണ്ടപ്പോൾ ഒക്കെ അതിൽ ചെറിയ പോർഷൻസ് അല്ല. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കിസിക്ക് ഭയങ്കര ഹിറ്റായിരിക്കും. ഇതിൻ്റെ ഒറിജിനൽ യൂട്യൂബിലൊക്കെ റിലീസായ നല്ല ഹിറ്റാകുന്ന പാട്ടുകളായിരിക്കും ഈ ഫീലിങ്സും കിസിക്സൊക്കെ. പക്ഷേ അത് മാറ്റി നിർത്തിയ മ്യൂസിക്കും വളരെ ബാക്കിയെല്ലാം ഷോകായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു മൊത്തം സിനിമ കണ്ടാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് സീൻ, ഇതിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് സീൻ വെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. വളരെ മോശം ക്രെഡിറ്റ് സീൻ. ഇനി എന്തിനാണ് തേർഡ് പാട്ടെന്ന് തോന്നിപ്പോകും. അത്രയും മോശമായിട്ടാണ് ഒരു സെക്കൻഡ് പാട്ട് കൊണ്ടുപോയത്. സത്യം പറയാമല്ലോ നല്ല പോലെ ക്ഷീണമായി. 3.5 മണിക്കൂർ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് സമയം കഴിഞ്ഞത് വീട്ടിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. ഒന്നാമത് ഞാൻ ടയേർഡായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും മോശം സിനിമയായിരുന്നു എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പുഷ്പ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ കാണാതെ OTT കാണാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീരെ അതിനേക്കാളും എൻഗേജ് ചെയ്തിട്ടില്ല. കാരണം തിയേറ്ററിലെ ഓഡിയൻസിന് കിട്ടുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതെങ്കിലും തിയേറ്ററിൽ കാണുന്ന ആൾക്കാർ കിട്ടാറുണ്ട്. ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടും കുറച്ചുകൂടി കണ്ടിരിക്കാൻ പറ്റി. പക്ഷെ മൊത്തത്തിൽ പുഷ്പ അപരാധം തന്നെയായിരുന്നു. കണ്ടിരിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു പുഷ്പ 2. ഇതാണ് എനിക്ക് കണ്ടിട്ട് തോന്നി. നല്ല തലവേദന. കുറച്ച് കിടക്കട്ടെ.